സഹോദരങ്ങളെ, നമ്മുടെ കേരളത്തിൽ ജനിച്ച ഔലിയാക്കളുടെ പേരൊന്നു നമുക്ക് നോക്കാം. ഇതിൽ ചില ഔലിയാക്കൾ നമ്മുടെ ഈ കാലത്ത് ജീവിച്ച് മരിച്ചുപോയി. ഇനി ചില ഔലിയാക്കൾ നാം ജനിക്കുന്നതിന് മുമ്പേ അവർ വഫാത്തായി. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം മഹാൻ ഔലിയാക്കളുടെ പേരുകൾ. സയ്യിദ് ബ അലവി മമ്പൂരം തങ്ങൾ. ഇദ്ദേഹം അള്ളാഹുവിൻ്റെ ഔലിയായിരുന്നു. അതേപോലെ ഇദ്ദേഹത്തിൻ്റെ മകനായ ഫസൽ പൂക്കോയ തങ്ങൾ മമ്പൂരം. ഇവർ രണ്ടുപേരും ഔലിയാക്കളായിരുന്നു. കന്യാല മൗല അബ്ദുള്ള ഹാജി അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ആളായിരുന്നു. ഷെയ്ഖ് CM മടൂർ മുഹമ്മദ് അബൂബക്കർ മുസ്ലിയാർ. മടൂർ ദർഗ അറിയാത്തവർ ആരും ഇല്ല. കർണാടകയിൽ നിന്ന് വരെ ഈ ദർഗയിലേക്ക് ജനങ്ങൾ വരുന്നുണ്ട്. ഇദ്ദേഹം ഒരുപാട് കറാമത്തുകൾ കാണിച്ച മഹാനാണ്. വറക്കൽ മുല്ലക്കോയ തങ്ങൾ, കണ്ണിയത്ത് ഉസ്താദ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാപണ്ഡിതനായിരുന്നു കണ്ണിയത്ത് ഉസ്താദ്. സംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ. സംസുൽ ഉലമ ഒരു മഹാപണ്ഡിതനാണ്. താജുൽ ഉലമ ഉള്ളാള തങ്ങൾ. താജുൽ ഉലമ കർണാടകയിലെ ഉള്ളാള എന്ന സ്ഥലത്ത് ദർസ് നടത്തിയിരുന്നു. അതുകൊണ്ട് താജുൽ ഉലമയെ ഉള്ളാള തങ്ങൾ എന്നും വിളിക്കുന്നു. അതേപോലെ താജുൽ ഉലമാൻ്റെ മകനായ കൂറത്ത് തങ്ങൾ. കൂറത്ത് തങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയ എന്നതിൽ ആർക്കും ഒരു തർക്കവും ഇല്ല. ജീവിതകാലത്ത് തന്നെ ഒരുപാട് കറാമത്തുകൾ കാട്ടിയ മഹാനാണ് കൂറത്ത് തങ്ങൾ. മുഹിമ്മാത്ത് തങ്ങൾ. മുഹിമ്മാത്ത് എന്ന നാട്ടിൽ ദർസ് നടത്തിയിരുന്ന ഈ സയ്യിദ് മുഹിമ്മാത്ത് തങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടു. എത്രയോ കറാമത്തുകൾ കാട്ടിയ മഹാനാണ് ഇവർ. അള്ളാഹു ഈ എല്ലാ മഹാത്മാക്കളുടെ ബർക്കത്ത് കൊണ്ട് നമ്മെല്ലാവരുടെ ദോഷങ്ങളെ പുറത്തു തരട്ടെ. ആമീൻ. സഹോദരങ്ങളെ, ഇനിയും ഒരുപാട് പേരുകൾ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഇത്ര മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന പേരുകൾ കമൻറ്റിൽ അറിയിക്കുക. അസ്സലാമു അലൈക്കും.